ലഹരി മാഫിയകൾ ഏറ്റവും കൂടുതൽ ഇത് കടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് മക്കളെയാണ്. ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങളിതൊക്കെ ഓർത്ത് വെക്കണം, ഇതൊന്നും പറയാതിരുന്നിട്ട് കാര്യമില്ല. കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് രാവിലെ സുബൈക്ക് മുമ്പ് ബാംഗ്ലൂരിലേക്ക് ബസ്സുണ്ട്. രാവിലെ സുബൈൻ്റെ മുമ്പ് 4:30 മണിക്ക് 5 മണിക്ക് ബസ്സുണ്ട്. ഈ ബസ്സിൽ രാവിലെ 4:30 കയറിയിരുന്നാൽ 7 മണിക്കൂർ കൊണ്ട് 8 മണിക്കൂർ കൊണ്ട് ബാംഗ്ലൂരിലെത്താം. അവിടെ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ഒരു ബസ് സ്റ്റാൻഡാണ് ലഹരി മാഫിയക്കാരുടെ ട്രാഫിക്കിങ്ങിൻ്റെ കേന്ദ്രങ്ങളിലൊന്ന്. ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. എല്ലാം പോലീസുകാർക്കും മറ്റും പണം കൊടുത്തും സ്വാധീനം ചെലുത്തിയും രാഷ്ട്രീയക്കാരുൾപ്പെടെയുള്ളവരെ സ്വാധീനിച്ചുമൊക്കെയാണ് ഈ മാഫിയ പിടിമുറുക്കുന്നത്. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടുന്ന് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് 4:30 ബസ് കയറിയാൽ 5:30, 6:30, 7:30, 8:30, 9:00, 10:30, 11:30, 12:30, 8 മണിക്കൂർ കൊണ്ട് ഉച്ചയാകുമ്പോഴേക്ക് ആ ബസ് ബാംഗ്ലൂർ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിലെത്തും. നിങ്ങൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്തോ, ഞാൻ പറഞ്ഞത് തെറ്റാണോ നോക്കിക്കോ. ആ ബസ്സിൻ്റെ ടൈം അങ്ങനെയാണ്, 4:30 to 12:30, 1 മണി. ബ്ലോക്കൊന്നും ഇല്ലെങ്കിൽ ഉച്ചയാകുമ്പോഴേക്ക് ആ ബസ് ബാംഗ്ലൂരിലെത്തും. ബാംഗ്ലൂരിൽ നിന്ന് 1:30 മണിക്ക് ഉച്ചക്ക് 1:30 മണിക്കോ 2 മണിക്കോ പുറപ്പെടുന്ന ബസ്സിൽ കയറി തിരിച്ചിങ്ങോട്ട് കയറിയാൽ ആ ബസ് കോഴിക്കോട് എത്തുമ്പോൾ മഗ്‌രിബ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ രാത്രിയാവും. കേട്ടോ, ഞാൻ എന്തിനത് പറഞ്ഞതെന്നറിയോ? മക്കൾ, ഞാൻ ഇന്ന് കല്യാണം ഉണ്ട് ഉപ്പ, ഞാൻ കാറ്ററിങ്ങിന് പോവാണ്, ഇന്ന് രാത്രി ഞാൻ വീട്ടിൽ വരൂല, ഇന്ന് രാത്രി ഞാൻ കാറ്ററിങ്ങിൻ്റെ പണിക്ക് പോവുക, പൈസ വേണം. ഒരു നിവൃത്തിയുമില്ല. മക്കൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങിയാൽ ഒരു വാപ്പാക്ക് എത്ര പിടിച്ചേക്കാൻ പറ്റും? അപ്പോൾ മക്കൾ പറയും, ഞാൻ ഇന്ന് രാത്രി വീട്ടിലില്ല കേട്ടോ ഉപ്പ. ഉമ്മനോട് പറയും, ഉമ്മ ഞാൻ ഇന്ന് രാത്രി കാറ്ററിങ്ങില്ല. ഈ കുട്ടി സുബഹിക്ക് മുമ്പ് ബസ് കയറും. ബാംഗ്ലൂർ ബസ്സിൽ കയറിയിട്ട് അവന് സീറ്റിൽ ചാരിയിരിക്കും. കയ്യിലുള്ള ആ മൊബൈൽ ഫോണിനകത്ത് ഒരു സിനിമ കാണും. ചെവിയിൽ സാധനമൊക്കെ കുത്തി, നിങ്ങൾക്ക് ബസ് കയറിയാൽ കാണാം. ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ 2:30 മണിക്കൂർ സമയം, 2:30 മണിക്കൂർ കൊണ്ട് അവൻ ഒരു സിനിമ കാണും ബസ്സിൽ നിന്ന്. എന്നിട്ട് ഈ ചാർജ് ചെയ്യാനുള്ള സാധനമൊക്കെ അവൻ്റെ കയ്യിലുണ്ടാവും. ഒക്കെ ചാർജ് ചെയ്ത് 2:30 മണിക്കൂർ സിനിമ കഴിഞ്ഞ് അവനൊന്ന് കിടന്നുറങ്ങും. ഒരു 1.5 മണിക്കൂർ. അപ്പോൾ സമയത്തരായി 2:30, 1:30, 4 മണിക്കൂർ അല്ലേ? അത് കഴിഞ്ഞിട്ട് അവൻ എണീക്കും, വീണ്ടും മൊബൈൽ ഓണാക്കും, എന്നിട്ട് വീണ്ടും ഒരു സിനിമ കൂടി കാണും. 2 സിനിമ കഴിയുമ്പോഴേക്ക് വണ്ടി ബാംഗ്ലൂരെത്തും. അടിപൊളി, 2 സിനിമ ഉണ്ടല്ലേ. അവന് ബാംഗ്ലൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി കയ്യിലുള്ള മൊബൈൽ ഫോണിൻ്റെ വാട്സപ്പിൽ ഒരു സന്ദേശം അയച്ചാൽ ബസ് സ്റ്റാൻഡിൽ അവനെ തിരഞ്ഞൊരു ചെക്കൻ വരും. അവൻ പറയും, ഇത്ര നമ്പർ ഇതിൻ്റെ മുമ്പിൽ നിന്നോ, ഞാൻ വരാം. വാട്സപ്പിലാ, ഒന്നും ഫോൺ ചെയ്ത് പറയില്ല. ആ ചെക്കൻ അവിടെ പോയി നിന്നാൽ അവനെ കാണാൻ വേണ്ടി ഒരുത്തം വരും. അവൻ്റെ കയ്യിൽ MDMA പോലെയുള്ള രാസലഹരി ഉണ്ടാകും. ചെറിയ ചെറിയ പൊതികളാക്കി 1 ഗ്രാം കൈവശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം അത് ഉപയോഗിക്കാം? 1 ഗ്രാം ഒരു നേരം ഉപയോഗിക്കണ്ട, 1 ഗ്രാം ഉണ്ടെങ്കിൽ 4 നേരമൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതാണ് MDMA, അപാരമായ രാസലഹരി. ഈ ചെറുക്കൻ ബസ് സ്റ്റാൻഡിലെത്തി കഴിഞ്ഞാൽ ആ ബസ് സ്റ്റാൻഡിലെത്തുന്ന ഈ ചെറുക്കനെ കാണാൻ വേണ്ടി ഒരാൾ വരും. അയാൾ ചെറിയ പൊതികളാക്കി 1 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും കൂട്ടരെ? നിങ്ങൾ ചിന്തിക്ക്. 100 ഗ്രാം ചായപ്പൊടിയുടെ ഒരു പാക്കറ്റ് നിങ്ങളെ മനസ്സിലുണ്ടല്ലോ. 100 ഗ്രാം ചായപ്പൊടിൻ്റെ ഒരു പാക്കറ്റ് ഇല്ലേ? ആ പാക്കറ്റ് നിങ്ങളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരൂ. 50 ഗ്രാം ചായപ്പൊടിൻ്റെ പാക്കറ്റ് കൊണ്ടുവരൂ. 1 ഗ്രാം എത്ര ഉണ്ടാവും? ഒരു നഖത്തിൻ്റെ മുകളിൽ വെക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ 10 ഗ്രാമിൻ്റെ 20 ഗ്രാമിൻ്റെ 30 ഗ്രാമിൻ്റെ ചെറിയ ചെറിയ പൊതികളാക്കിയിട്ട് MDMA പോലെയുള്ള രാസലഹരികൾ, മെത്ത് പോലെയുള്ള സാധനങ്ങൾ ഈ കുട്ടിൻ്റെ കയ്യിൽ ഇവൻ പതുക്കെ കൊണ്ടുപോയിട്ട് ഇവൻ്റെ കയ്യിൽ കൊടുക്കും. ബസ് ഇറങ്ങിയ ഉടൻ കിട്ടും, അത് കയ്യിൽ കൊടുക്കും. അത് കയ്യിൽ കൊടുത്താൽ അവൻ ആ സാധനവും പിടിച്ചുകൊണ്ട് അത് കയ്യിൽ കൊടുത്ത ഉടൻ തന്നെ ഗൂഗിൾ പേ. ഇപ്പോൾ പൈസ കൊടുക്കാൻ പണ്ടൊക്കെ എണ്ണുമ്പോൾ ആൾക്കാർ കാണും ബിസിനസ് അല്ലേ? ഇത് ഗൂഗിൾ പേ ആണ്. അപ്പോൾ അവൻ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവന് ഫോൺ എടുത്തിട്ട് പറയും, എത്രയാ ഇത്? ഇത്ര 30 ഗ്രാം, എത്ര പൈസ? ഇത്ര പൈസ. ക്ലിങ് കയറിയോ നോക്ക്, കയറി, ശരി, ഡീല് കഴിഞ്ഞു. ആ സാധനം കയ്യിൽ പിടിച്ചിട്ട് ഇവൻ നേരെ പോവുക.
ബാംഗ്ലൂർ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിൽ 5 രൂപ കൊടുത്താൽ ബാത്റൂം ഉപയോഗിക്കാം. 5 രൂപ, 5 രൂപ കൊടുത്തിട്ട് അവൻ ബാത്റൂമിലേക്ക് പോകും. അവൻ്റെ അണ്ടർവെയറിൻ്റെ ഇലാസ്റ്റിക്കിൽ ഈ സാധനം ഇങ്ങനെ വെക്കും, നിരത്തി. അണ്ടർവെയറിൻ്റെ ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ ഇത് ഇങ്ങനെ വെക്കും. അതിന് കണക്കായ അണ്ടർവെയറൊക്കെ ഇടുക കണ്ടോ. ആ അണ്ടർവെയറിൻ്റെ മുകളിൽ ഈ സാധനം ഇങ്ങനെ വെക്കും. ഇതിങ്ങനെ വെച്ച് ആ അണ്ടർവെയറുമായിട്ട് അവൻ നേരെ ബസ് കയറിയിരിക്കും. തിരിച്ചും കിട്ടും, അവിടെ ഏർപ്പാടൊന്നുമില്ല. അവിടുന്ന് ഒരു ഭക്ഷണമൊക്കെ കഴിച്ച്, ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് അടുത്ത ബസ്സിൽ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. തിരിച്ച് കയറിയിരിക്കും. തിരിച്ചു വരുമ്പോഴോ 2 സിനിമ, തിരിച്ചിങ്ങോട്ട് 2 സിനിമ. അപ്പോൾ എത്ര സിനിമ കണ്ടു? 4 സിനിമ കണ്ടു. പുതിയത് ഇറങ്ങിയതൊക്കെ കവർ ചെയ്തു അല്ലേ. തിരിച്ച് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ഇതുപോലെ വാട്സപ്പിൽ ഒരു സന്ദേശം അയച്ചാൽ ഒരു വണ്ടിയുമായിട്ടൊരു ചങ്ങായി വരും. അവൻ്റെ കയ്യിൽ നേരെ 5 രൂപ കൊടുത്താൽ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൻ്റെ മൂത്രപ്പുരയിൽ പോവാം. KSRTCയുടെ ആ മൂത്രപ്പുരയിൽ ചെന്ന് തൻ്റെ ഇലാസ്റ്റിക്കിൽ തിരികെ വെച്ച ഈ സാധനം പുറത്തെടുത്ത് കയ്യിൽ പിടിച്ച് ഇപ്പം പുറത്ത് വന്ന് പുറത്ത് കാത്തു നിൽക്കുന്ന ഒരാൾക്ക് ഈ സാധനം കൈമാറിയാൽ ദ ബിസിനസ് ഈസ് ഓവർ. ഇവൻ്റെ ഫോണിലേക്ക് എത്ര ഉണ്ട്? ഇത്ര ഗ്രാം, ഫൈൻ. എത്ര പൈസ? ഇത്ര പൈസ. ക്ലിങ്, പൈസ കയറിയോ? എന്തൊരു എളുപ്പ ബിസിനസ് നോക്കുങ്ങൾ. ഇത്ര പണം ഒരു ഗ്രാമിന് 1500 രൂപക്ക് അവിടുന്ന് വാങ്ങിയത് ഇവിടെ എത്തുമ്പോൾ 3000 രൂപയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ 1,00,000 രൂപയ്ക്ക് അവിടുന്ന് വാങ്ങുന്ന സാധനം ഓൻ 2 സിനിമ കണ്ട് കഴിയുമ്പോഴേക്കും ഓൻ്റെ കയ്യിൽ 1,00,000 രൂപ വരും. എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ മക്കൾ തിരഞ്ഞെടുക്കുന്ന മാർഗം. ഞാൻ ഈ പറഞ്ഞ ലഹരിക്കടത്ത് ആൺകുട്ടി മാത്രമല്ല കൂട്ടരെ നടത്തുന്നത്, ആൺകുട്ടി മാത്രമല്ല പെൺകുട്ടികൾ നടത്തുന്നുണ്ട്. ഈ മയക്കുമരുന്ന് നാട്ടിലെത്തിക്കുന്നത് പെൺകുട്ടികളുണ്ട്. ആൺകുട്ടികൾ വിട്ടുങ്ങൾ ഇതേപോലെ പെൺകുട്ടി ബസ് കയറിയിരിക്കുന്നു അല്ലേ. ഒരു ദിവസം രാവിലെ പോകുന്നു, ബസ് കയറിയിരിക്കുന്നു, തിരിച്ചു പോകുന്നു, അവൾ തിരിച്ചെത്തുന്നു. രാവും പകലും ഇപ്പം ആർക്കും ഇല്ലല്ലോ, ആണും പെണ്ണും ഒക്കെ സമാണ് എന്നാണല്ലോ എല്ലാവരും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണേ. അതുകൊണ്ട് ആർക്കും എപ്പോഴും പുറത്തിറങ്ങാം, യാത്ര ചെയ്യാം, ഒറ്റയ്ക്ക് പോവാം. ഈ ബസ്സിനകത്ത് നിങ്ങളൊക്കെ ബാംഗ്ലൂർ പോയ ആൾക്കാരാ. ഏതെങ്കിലും ഒരു യാത്രയിൽ എപ്പോഴെങ്കിലും ഒരു പോലീസ് നിങ്ങൾ ആരെങ്കിലും ചെക്ക് ചെയ്തണോ? ഉണ്ടോ? ബാംഗ്ലൂരിലെ KSRTC ബസ്സിൽ യാത്ര ചെയ്യണ നിങ്ങളെ ചില സമയത്ത് അതിർത്തിയിൽ ബസ് നിർത്തി ബാഗ് പരിശോധിക്കും. ഏതെങ്കിലും ഒരാളെ നിങ്ങൾ ആരെങ്കിലും പോലീസുകാർ അരവന്ന് തപ്പി നോക്കിയണോ? ഇനി 10 ഗ്രാമിൻ്റെ പൊതികൾ ചെറിയ പൊതികളാക്കി എലാസ്റ്റിക്കിൽ തിരികെ വെച്ചത് തപ്പി നോക്കിയാൽ കിട്ടുമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, എവിടെയത് എത്തി നിൽക്കുന്നത്? മക്കളെ എങ്ങനെയാണ് വല വീശി പിടിക്കുന്നതെന്നറിയോ നിങ്ങൾ? എളുപ്പം പണമുണ്ടാക്കാനുള്ള വഴികൾ തേടുന്ന പുതിയ തലമുറയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ലഹരി മാഫിയയുടെ കൈകളിൽ എത്തിപ്പെടുക എന്ന് എൻ്റെ ഉമ്മമാരും ഉപ്പമാരും തിരിച്ചറിയണം. അവിടെ നിങ്ങളെ